എല്ലാ കർഷകർക്കും കൃഷിമിത്രയിലേക്ക് സ്വാഗതം. വേനൽക്കാലത്ത് നമ്മളെപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പാമ്പിൻ്റെ ശല്യം. അതിനെ നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ചും നമ്മളെ വീട്ടിൻ്റെ ചുറ്റുപാടിലും കുട്ടികൾക്ക് നിന്ന് കളിക്കുവാനോ അല്ലെങ്കിൽ എന്തിനേറെ നമ്മൾ വീട്ടിനകത്ത് തന്നെ കുട്ടികൾക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും എല്ലാവർക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു ഭയാനകമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പാമ്പെന്ന് പറയുന്ന ജീവി. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ നമ്മളെ കോമ്പൗണ്ടിൽ വരാൻ പാടില്ലാതെ നമുക്ക് നോക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിലും ഇത് നമ്മളൊരു ചെറിയൊരു മെഡിസിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ മെഡിസിൻ നമ്മൾ പറമ്പിലേക്കോ അല്ലെങ്കിൽ വീട്ടിന് ചുറ്റുപാടിലേക്കോ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ പാമ്പിനെ നമുക്ക് നമ്മുടെ ഈ പുരയിടത്തിൽ ഉണ്ടെങ്കിൽ വിരട്ടി ഓട്ടിക്കുവാൻ കഴിയും. അതേപോലെ തന്നെ അത് വരാതെ ഇരിക്കാൻ സംരക്ഷിക്കാൻ പറ്റും. ഇനി പാമ്പ് മാത്രമല്ല, എലി, മഞ്ഞച്ചേര ഇങ്ങനെയുള്ള ഇഴജീവികളെ നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിൽ വരാതെ വണ്ണം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മെഡിസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഒരു കമ്പനികളുടെയും പരസ്യത്തിന് വേണ്ടിയോ ഞങ്ങളുടെ ലാഭത്തിന് വേണ്ടിയല്ല, പക്ഷേ ഇത് നമ്മുടെ പൊതു സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാരണം കൂടിയാണ്. കാരണം ഇപ്പം തന്നെ ഒരു വീട്ടിൽ ഉറങ്ങിക്കിടന്ന 2 കുഞ്ഞുങ്ങളെ പാമ്പ് കടിച്ചു, ഒരു കൊച്ചു മരിച്ച ഒരു സാഹചര്യത്തിലും കൂടിയാണ് എനിക്ക് ഈ വീഡിയോ എടുക്കണമെന്ന് നിങ്ങളോട് ആഗ്രഹം തോന്നിയത്. പക്ഷേ ഇത് ഏറ്റവും പ്രയോജനമുള്ളതാണ്, ഒരു കീടനാശിനിയും കൂടിയാണ്. ഈ മെഡിസിൻ്റെ പേരാണ് റാംപേജ്. ഇതൊരു കീടനാശിനിയാണ്. ഇത് വളരെ ചെലവ് കുറഞ്ഞ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കീടനാശിനിയാണ്. ഇതിൻ്റെ 100 മില്ലി, 1/2 ലിറ്റർ, 1/4 ലിറ്റർ, 1 ലിറ്റർ എന്നൊക്കെ കിട്ടും. പക്ഷേ നമുക്ക് 1 ലിറ്റർ വെള്ളത്തിന് 5 മില്ലി മാത്രം മതിയാവും. ഒരു 100 മില്ലിയുടെ ഇതിൻ്റെ വില 170 രൂപയാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന MRP. അപ്പോൾ നമുക്ക് ഏകദേശം 100 മില്ലി മേടിച്ചാൽ 20 ലിറ്റർ വെള്ളത്തിന് നമുക്ക് ഉപയോഗിക്കാം. 1 ലിറ്റർ വെള്ളത്തിന് ഇതിൽ നിന്ന് 5 മില്ലി എടുത്ത് നമുക്കൊരു 10 സെൻറ്റോളം ഉള്ള വസ്തുവിന് അല്ലെങ്കിൽ പ്ലോട്ടിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണ് ഈ റാംപേജ് ഉള്ളത്. ഇതിൻ്റെ കെമിക്കൽ കണ്ടൻറ്റ് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഈ മരുന്ന് എല്ലാ കീടനാശിനി കടകളിലും ലഭ്യമായിരിക്കും. ഈ പാമ്പ് എവിടെയൊക്കെയാണ് വന്ന് ഇരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇത് കൂടുതലും ഇതിന് തണുത്ത പ്രതലങ്ങളായിരിക്കണം. എന്ന് വെച്ചാൽ ഈ ചെടികളുടെ സൈഡുകളിലും പിന്നെ നമ്മൾ മൺചട്ടിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചട്ടിയോ അതിൻ്റെയൊക്കെ ഗ്യാപ്പിലുകളിലും ഇങ്ങനെ വന്നത് ഒളിച്ചിരിക്കും. അപ്പോൾ നമ്മളെന്തെങ്കിലും ക്ലീൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് എണീറ്റ് ഓടാനും അല്ലെങ്കിൽ നമ്മൾ ആക്രമിക്കുവാനും അത് ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇതിൻ്റെ ഇടയിൽ കയറി ഒളിച്ചിരിക്കും, ഈ ഭാഗം. പിന്നെ ഈ കവറുകളിൽ, പിന്നെ ഈ കാണുന്ന ഹോളില്ലേ, ഈ ഹോള്, പിന്നെ ഈ ഭാഗത്ത്, പിന്നെ ഏറ്റവും ഏതാണെന്ന് വെച്ചാൽ ഈ എലികൾ ഇങ്ങനെ ഹോളുണ്ടാക്കിയിട്ട് അതിനകത്താണിത് സെറ്റിലാവുന്നത്. കാരണം എലിയുടെ സ്മെല്ലും പാമ്പിന് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെയും ഇത് സെറ്റിലാവാൻ വേണ്ടി വന്നിരിക്കും. ഇതുണ്ടോ, ഇതിനകത്ത് ഈ ഒരു മാളത്തിനകത്തും പാമ്പിരിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എലിയുണ്ട്, അതുകൊണ്ടാണ് ഈ പാമ്പ് ഇതിനകത്ത് കയറിപ്പോകാൻ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മരുന്ന് ഒഴിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ ഈ 1 ലിറ്ററിൻ്റെ ബോട്ടിലെടുക്കും. അതിനുശേഷം ഇതിൻ്റെ മൂടി ഒന്ന് തുറക്കണം. ഇനി നമ്മളിതിൽ വെള്ളം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ നമ്മൾ ഏകദേശം നിറയുന്നതിന് ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ
നമ്മൾ വെള്ളം നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ മൂടി ഇതാണ്. അപ്പോൾ ഈ മൂടി നമ്മൾ ഊരി മാറ്റുകയാണ് ചെയ്യുന്നത്. മാറ്റിയതിന് ശേഷം നമ്മൾ അതിൻ്റെ 1 ലിറ്റർ തന്നെ വേറൊരു മൂടി എടുത്തിട്ട് ഹോൾ ഇടുക ചെയ്യുന്നത്. ഇതാ ഇവിടെ വെച്ചിട്ട് നല്ല ഹോൾ ഇടുന്നു. ഇപ്പോൾ നമ്മളിത് മരുന്ന് ഒഴിച്ചിട്ടില്ല, മരുന്ന് ഒഴിക്കാതെ തന്നെ ഒരു സാമ്പിൾ ടെസ്റ്റ് ചെയ്യണം. എന്താ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ മരുന്ന് ഒഴിക്കുക പോകുന്നത്. അപ്പം ഇതാണ് നമ്മൾ ഇതിലേക്ക് അപ്ലിക്കേഷൻ ചെയ്യുന്ന മെഡിസിൻ റാംപേജ് പ്ലസ്. അപ്പോൾ ഇതിൻ്റെ കെമിക്കൽ കണ്ടൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അത് നോക്കിയിട്ട് നിങ്ങൾ അടുത്തുള്ള കീടനാശിനി കടകളിലൊക്കെ ഈ മെഡിസിൻ ലഭ്യമായിരിക്കും. അപ്പോൾ അവിടെ പോയി നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും ഇതിനൊരു സ്മെല്ലുണ്ടാവും, അത് പ്രധാനപ്പെട്ടതാണ്. കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യാവും. അപ്പോൾ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിന് 5 മില്ലി എന്ന അളവിലാണ് മരുന്നെടുക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി ഹോളിട്ട് വെച്ചിരിക്കുന്ന മൂടി നമ്മൾ ഊരി മാറ്റുകയാണ്. മാറ്റിയതിന് ശേഷം നമ്മൾ ഈ മരുന്ന് അതിലേക്ക് ഒഴിക്കുക. ഉണ്ടോ, ഇതിങ്ങനെ മരുന്ന് ഒഴിക്കുമ്പോൾ പാല് പോലെ വരും. ഹോളില്ലാത്ത മൂടി വെച്ചതിന് അടച്ചതിന് ശേഷം ടൈറ്റ് ചെയ്തിട്ട് കൈ കൊണ്ട് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഇത് മെഡിസിൻ ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഹോളിട്ട മൂടി അതിലേക്ക് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇത് വെള്ളത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് നമ്മളിത് ഡീസലിൽ നമുക്ക് ഇതേ മെഡിസിൻ ചെയ്യാൻ പറ്റും. അത് ഇതേ കണക്ക് തന്നെയാണ്. 1 ലിറ്റർ ഡീസലിൽ 5 മില്ലി ഈ റാംപേജ് പ്ലസ് അതിലേക്ക് ഒഴിച്ചിട്ട് കുലുക്കിയിട്ട് നമ്മൾ ഇനി ഇത് എവിടെയൊക്കെയാണ് ഈ പാമ്പ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചെയ്യാൻ പോകുന്നത്. അത് ഡീസലായാലും ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഡീസൽ ഒഴിക്കുമ്പോൾ ചെടികളുടെ ചുവട്ടിലോ മരത്തിൻ്റെ ചുവട്ടിലോ ഒഴിക്കാതെ ശ്രദ്ധിക്കണം. കാര്യം അത് പട്ടുപോകും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡീസലാണെങ്കിൽ ചെടികളുടെ ചുവട്ടിലൊന്നും ഒഴിക്കേണ്ടത്. അതിൻ്റെ ഭാഗങ്ങളിൽ താഴെ നിലത്തങ്ങ് ചെറുതായിട്ട് ഒഴിച്ചു പോകാം. ഇത് മാസത്തിൽ 2 പ്രാവശ്യം ചെയ്താൽ ഇതിന് ഏറ്റവും ഭയങ്കര സ്മെല്ലാണ്. ആ സ്മെല്ല് കൊണ്ട് മാത്രമാണ് ഈ ഇഴജീവികൾ ഉള്ളിലേക്ക് വരാതെ നമ്മളെ വീടിനെയും നമ്മുടെ പുരയിടവും അല്ലെങ്കിൽ കൃഷി സ്ഥലവും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ പോവുക ചെയ്യുന്നത്. ഇതിപ്പോൾ ഞങ്ങളെ വീട്ടിൻ്റെ അതായത് പുറം വശം മതിലിൻ്റെ പുറത്താണ്, വീടിനകത്തല്ല പുറത്താണ് ഈ എലികളുടെ ശല്യം ഉള്ളതുകൊണ്ട്. കാരണം ഞങ്ങൾ ഈ വീടിൻ്റെ ഭാഗത്ത് അതായത് വേസ്റ്റുകളൊക്കെ കൊണ്ടുവച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഞങ്ങളിത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വേസ്റ്റുകളെല്ലാം ഞങ്ങൾക്ക് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പറഞ്ഞ് കോർപ്പറേഷനൊക്കെ പറഞ്ഞിട്ട് ഇത് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും. സൈഡിൽ ഇങ്ങനെ ഈ വേസ്റ്റുകൾ കൊണ്ടിട്ടിട്ട് അവിടെ നിന്നൊന്ന് വലിയ എലികളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ എലികളെല്ലാം നേരെ ഞങ്ങളെ കോമ്പൗണ്ടിലേക്കാണ് കയറുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ ഇവിടെ ഒഴിക്കാൻ പോവുക. നേരത്തെ എടുത്ത സ്ഥലമാണ്. അപ്പോൾ ഈ മാണത്തിൽ കൂടി തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക, നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെയും എലിയും വരത്തില്ല, പാമ്പുണ്ടെങ്കിൽ ഇറങ്ങി പൊക്കോളും. അപ്പോൾ ഈ കീടനാശിനി നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉള്ളിൽ പോകാതെ വേണം സംരക്ഷിക്കുക. വീട്ടിൻ്റെ ചുറ്റിലും ഒഴിക്കുമ്പോഴും പ്രത്യേകിച്ച് കിണറുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ഒഴിവാക്കി ഒഴിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുടിവെള്ളം സംരക്ഷണം ചെയ്യുന്ന അതായത് സ്റ്റോറേജ് ചെയ്യുന്ന വയ്ക്കുന്ന സ്ഥലത്ത് ഈ മെഡിസിൻസ് ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ മെഡിസിൻ ഉപയോഗിക്കുന്ന സമയത്ത് കയ്യിൽ ഗ്ലൗസ് നിർബന്ധമായിട്ടേക്കണം, മാസ്ക് ധരിച്ചിരിക്കണം.
കാര്യം എന്ന് വെച്ചാൽ വളരെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു ചെറിയ സ്മെൽ, ഭയങ്കര ചെറിയ സ്മെല്ലല്ല, അത്യാവശ്യത്തിന് നല്ല സ്മെല്ലുമാണ്. അപ്പോൾ ഇതാണ് പാമ്പിനെയും എലികളെയും വീട്ടുപറമ്പിൽ നിന്ന് നമുക്ക് വിരട്ടി ഓട്ടിക്കാവുന്നുള്ളൊരു വീഡിയോ. ഇങ്ങനെയുള്ള നല്ല നല്ല ഇൻഫർമേറ്റീവ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു എപ്പിസോഡിലേക്ക് തരുന്നതായിരിക്കും. ഇതെല്ലാവർക്കും ഫലപ്രദമായിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുക, പക്ഷേ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൻ്റെ പറമ്പിൽ ഉറപ്പായിട്ടും ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ പാമ്പ് അതിനകത്ത് കയറത്തില്ലെന്ന് 100% ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം.